ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബണ്ണ്. അത് ഞാൻ സ്റ്റൗ ടോപ്പും അതേപോലെ തന്നെ ഓവനിലും എങ്ങനെയാണ് ബേക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഇതിനുള്ള ഡോവ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല്, ഒരു മുട്ട, 2 കപ്പ് മൈദപ്പൊടി, ഇതിനുള്ള മാവ് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ കുറച്ച് ബട്ടർ ചേർത്ത് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ബട്ടറാക്കി കൊടുക്കുക. കുഴയ്ക്കുന്ന സ്ഥലത്തും ബട്ടറാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുത്ത ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മാവ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. നനഞ്ഞ തുണി കൊണ്ടൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിൽ മസാലയ്ക്കുള്ള ചിക്കൻ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി മസാല പ്രിപ്പയർ ചെയ്യാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 2 സവോള, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. ലൈറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇതിൽ നിന്ന് എനിക്ക് 9 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മസാലയും അതേ രീതിയിൽ തന്നെ 9 പോർഷനായിട്ട് മാറ്റി വെക്കുക. അതേപോലെ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അവിടെ മാറ്റി വെക്കുക. അത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഡസ്റ്റ് ചെയ്യാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒരു റൗണ്ടായി കഴിഞ്ഞാൽ പിന്നെ അരികിൽ മാത്രം കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കട്ടി പോയിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇതേ രീതിയിൽ കൈ കൊണ്ട് അറ്റത്ത് മാത്രമായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ആ ഭാഗത്തുള്ള കട്ടി ഒന്ന് കുറച്ചെടുക്കുക. അതേസമയം സെൻറ്ററിൽ കട്ടി കുറയാൻ പാടില്ല. ഇതേ രീതിയിൽ ചെയ്തിട്ട് കുറച്ച് മസാല എടുത്തിട്ട് വെച്ച് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക.
ക്ലോസ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇതേ രീതി ചെയ്ത ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ഇത് മാറ്റി വെക്കാം. കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാത്ത ഒരു പാത്രം വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് പിന്നെ കുക്കിങ്ങിന് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇതേപോലെ ബേക്ക് ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം ചെയ്ത ശേഷം ചൂടാറിയിട്ട് കുപ്പിയിൽ എടുത്തു വെച്ചാൽ മതി. ഇനി അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബണ്ണിൻ്റെ മുകളിൽ ഒന്ന് എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അത് ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുക. എഗ്ഗിന് പകരം ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഓവനിലും ഒരു ബാച്ച് ഇതേ രീതിയിൽ സ്റ്റൗവിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം അതിലേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ചോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ കവർ ചെയ്ത് കൊടുക്കണം. ഞാൻ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ്. എന്നിട്ട് അടച്ച് വെച്ച ശേഷം മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കും അതായി വരാൻ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓവനിൽ വെച്ചതാണ് ആദ്യം ആയി കിട്ടിയത്. സ്റ്റൗ ടോപ്പ് വെച്ചിട്ടുള്ളതും ഞാൻ എടുത്തിട്ടുണ്ട്. കളറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഡാർക്കായിട്ടുള്ളതാണ് ഓവനിൽ ബേക്ക് ചെയ്തത്. പക്ഷേ ടെക്സ്ചർ രണ്ടും ഒരേപോലെ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.